ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. ഞാൻ ക്ലാസിക്കലി ട്രെയിൻ മീൻസ് മൃദംഗമാണ് എൻ്റെ ഇൻസ്ട്രുമെന്റ്. അപ്പൊ തൃക്കൊടിത്താനം സുഭാഷ് ഡി നായർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എൻ്റെ ഗുരു. അദ്ദേഹം നമ്മുടെ പഴയ ആക്ടർ ശ്രീവിദ്യ മാമിനൊക്കെ പക്കം വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ് പാട്ടുമായിട്ടുള്ള കണക്ഷൻ. അമ്മ അതെ അതെ അതെ. പിന്നെ അമ്മ ട്രെയിൻഡ് സിംഗർ അല്ലെങ്കിലും അമ്മയാണ് ലൈറ്റ് മ്യൂസിക്കും ഇതൊക്കെ യുവജനോത്സവം ഒക്കെ പഠിപ്പിച്ചു വിട്ടോണ്ടിരുന്നത്. അവിടെ നിന്നാണ് ബേസ്. പിന്നെ കീബോർഡ് ഞാൻ തന്നെ പഠിച്ചു, ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി. ഇതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എങ്ങനെ? ക്ലാസിക്കലി ഇപ്പൊ മൃദംഗം പഠിച്ചു. ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കംപ്ലീറ്റ്ലി പൊതുവേ ഒരു കീബോർഡ് പഠിച്ചു അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കണോ ഹാർമോണിയം വായിക്കണോ എന്നുള്ളവരാണ് കുറച്ചും കൂടി കൂടുതൽ മ്യൂസിക് ഡയറക്ഷനിലേക്ക് വരിക. എനിക്ക് ഇപ്പം നാട്ടിൽ, ഞങ്ങളുടെ നാട് കോട്ടയത്ത് കറിയച്ചാൽ ചമ്പക്കര എന്നാണ് നാടിന്റെ പേര്. അത് അത്യാവശ്യം കലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ്. ഒരുപാട് മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, കുറേ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവരും മിക്കവരും പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരാണ്. അവരുടെ ചേച്ചിമാരും ഒക്കെ പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ വീട്ടിലൊക്കെ എവിടെയെങ്കിലും കൂടിയാൽ ഇത് ഡിഫോൾട്ടായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അക്കൂടെ കുറച്ച് ലിമിറ്റഡായി നിൽക്കുന്ന ഞാനേ ഉള്ളൂ. ഇപ്പം എൻ്റെ അനിയൻ ആള് മേളമാണ്, ചെണ്ട പരിപാടിയൊക്കെ ആള് ജോലിയൊക്കെ രാജിവെച്ച് ജോളിയായിട്ട് ഇപ്പം അതുവഴി പോകുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഞാൻ ഇല്ല. ഈ മൃദംഗം പ്രാക്ടീസ് പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡ് ആയതുകൊണ്ട് അത് ഗുണമാണ്. കുറച്ചൊക്കെ ഒരുപാട് അല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ആ ഫ്ലേവർ അങ്ങനെ നിൽക്കുന്നില്ല. അത് ഗുണമാണ്. പിന്നെ കീബോർഡ് ഞാൻ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ MBA ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ തലേന്നതൊക്കെ വിട്ട് ഞാൻ ഓഡിയോ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു ചെന്നൈയിൽ പോയിട്ട്. അപ്പോഴേ മനസ്സിലാക്കി ഇത് പറ്റിയ പണിയല്ല ഞാൻ പറഞ്ഞു. പോകാനിരിക്കുന്ന തലേന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ആരിൽ നിന്നാ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിങ്ങനെ ചോദിച്ചാൽ ചാഞ്ചാട്ടമാണ്. അതായത് മ്യൂസീഷ്യൻസും ഉണ്ട്, പാട്ടുകളും ഉണ്ട്. അതായത് എല്ലാ മ്യൂസീഷ്യന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന സാധനം ഇങ്ങനെ ലൂപ്പടിച്ച് കേട്ട് നാട്ടുകാരും വീട്ടുകാരൊക്കെ വെറുപ്പിച്ച് ഇപ്പൊ പിന്നെ ഹെഡ്ഫോണിലാണ്ട് കുഴപ്പമില്ല. മറ്റേതിങ്ങനെ വീട്ടിൽ ഉറക്കം ഇട്ടേക്കും. റഹ്മാൻ ഓഫ് കോഴ്സ്. പിന്നെ എനിക്ക് സന്തോഷ് നാരായൺ ഇഷ്ടമാണ്, അനിരുദ്ധ് ഇഷ്ടമാണ്. പിന്നെ അതെ ഞാൻ വീട്ടില് ഫസ്റ്റ് അച്ഛനോട് പറഞ്ഞ് കൊണ്ടുവരിക്കുന്ന കാസറ്റ് ദിൽസയുടെ കാസറ്റാണ്. അതാണ്. അതപ്പോ ഫ്രഷ് ഒരു വെള്ള കവറിലൊക്കെ ആയിട്ട്. അതെ അതെ. അപ്പോ ഞാൻ എന്നിട്ട് അതായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ പയ്യെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. ചിത്രഹാറിൽ വരുന്നതും അവിടെ എവിടെയും കേൾക്കുന്നതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മുടെ തൊട്ടടുത്ത് ഒരു കടയുണ്ട്. അവിടെ നമുക്ക് കാസറ്റ് റൈറ്റ് ചെയ്യിക്കും. 25-30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് റെക്കോർഡ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കോംപ്ലിമെന്റ് എന്താ? ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള 2 കാര്യം പറയാം. ഒന്ന്, വള്ളിയന്തിട്ടിയുടെ സെറ്റിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് രഞ്ജി പണിക്കർ സാറ്. അപ്പോൾ സാറ് പാട്ടുകളെല്ലാം കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ക്യാരവാനിൽ വെച്ചിട്ട് മനോജേട്ടനെയും പണിക്കർ സാറിനെയും ഇതിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ സാറ് പിന്നെ ഡിഫോൾട്ടായിട്ട് സാറിൻ്റെ ടോൺ ഒരു കുറച്ച് റഫാണല്ലോ. സ്നേഹത്തോടെ വിളിച്ചാലും പുള്ളി ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നെഞ്ചൊക്കെ വിരിച്ചിട്ട് സൂരജ് എവിടെടാ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നിൽക്കുക. അപ്പം പറഞ്ഞു നീ വന്നേ എന്ന് പറഞ്ഞു. ഞാനവിടെ ഇങ്ങനെ ചെന്നപ്പം എന്നെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിച്ചു. പുള്ളിയുടെ ബലിഷ്ടമായ കാര്യങ്ങൾ കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, എടാ നീ രക്ഷപ്പെടും, നിന്റെ മ്യൂസിക്കെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിൽക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ വന്നു. അപ്പൊ ഞാൻ മറ്റേ കണ്ണൊക്കെ ഗ്ലേസ് ചെയ്ത് ഇങ്ങനെ എനിക്ക് ഭയങ്കര, ഞാൻ അന്ന് തന്നെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു. ഭയങ്കര എനർജി കിട്ടി. അതൊന്ന്. പിന്നെ സോളോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്രശാന്ത് പിള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് ഏട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു. ആദ്യം തന്നെ സൂരജ്, ഐ നോ ഐ എം സോ ലേറ്റ്, സോ സോറി, ഞാൻ എത്ര ലേറ്റ് ആയിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് പുള്ളി വിളിച്ചത് തന്നെ വലിയ കാര്യം.
അപ്പോഴാണ് എനിക്ക് പറഞ്ഞു വന്നപ്പോഴാണ് പുള്ളി സോളോ സോങ് ഇഷ്ടപ്പെട്ടിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മൾ വരുമ്പം അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പുള്ളി കുറെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡീൽ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം, ഇന്ന പ്രശ്നങ്ങളൊന്നും അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു 20-25 മിനിറ്റ്സോളം സംസാരിച്ചു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇന്നും അതൊരു ട്രഷറായിട്ട് കൊണ്ട് നടക്കുക, ഉപദേശങ്ങളും ആ ഗൈഡൻസ്. എനിക്ക് എപ്പോഴാണെങ്കിലും വിളിക്കാവുന്ന കുറച്ച് ആൾക്കാരാ എന്തായാലും. രാഹുലേട്ടനായിട്ടും നല്ല കമ്പനിയുണ്ട്, ഷാൻ ചേട്ടനായിട്ടും നല്ല കമ്പനിയുണ്ട്. ഗോപി ചേട്ടനെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു എയർപോർട്ടിൽ വെച്ച് കണ്ടുപിട്ടി. ഓക്കെ, ഫൈനലി. മ്യൂസിക്കിൽ ചെയ്യണമെന്ന് ഇനി ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താ? ആംബിഷൻ പോലെ എന്തെങ്കിലും? എനിക്ക് നമ്മുടെ ബാഹുബലിയൊക്കെ പോലെ ഒരു പടം ചെയ്യണം. പൊളിച്ചു. അത്ര വേണ്ട, ചെറുത് മതി. അല്ല, അത്ര അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മലയാളം ആഗ്രഹിക്കും. എന്നാലേ ഉറുമി പോലെ ഒരു പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ ഫിക്സ് ചെയ്യണം, ബാഹുബലി വേണോ ഉറുമി വേണോ? രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇരട്ടി ആയിക്കോട്ടെ. അങ്ങനെ ഒന്നല്ല, ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. അടിപൊളി. നൈസ് മീറ്റിംഗ് യു.